ചക്കയും ചക്കക്കുരുവും കൊണ്ടൊരു സ്നാക്സ് പോലെ ഞങ്ങൾ ഉണ്ടാക്കുകയാണേ, കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ ചക്കക്കുരുവിനെ കൂടെ വേവിച്ചുടച്ച് വെച്ചേക്കാണ്. പിന്നെ കുറച്ച് ചക്കര ചുള, പിന്നെ അതിന് വേണ്ടി ശർക്കര, തേങ്ങാപ്പാൽ, നെയ്യ്, 2-4 ഏലക്കായും കുറച്ച് ജീരകവും, നല്ല ജീരകവും. ഇത്രയാണ്. ഞാൻ ഇനി ഇത് വയ്ക്കാനായിട്ട് പോവുകയാണ്. ഞാൻ കാണിച്ച് ഒഴിക്കുകയാണ്. വെള്ളം, ചക്കക്കുരു ഞങ്ങൾ വേവിച്ചതിൻ്റെ വെള്ളമാണ് അതിങ്ങനെ ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശർക്കര ഇടും. ഈ വെള്ളത്തിൽ ശർക്കര ഇടുന്നത്. ശർക്കര ഒന്ന് തിളച്ച് മെൽറ്റായി വരുമ്പോൾ ഞങ്ങൾ ഈ ചക്കച്ചുള അതിനകത്ത് ഇടും. ശർക്കരയെല്ലാം തിളച്ച് ഞങ്ങൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ചക്കയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വളരെ ഇഷ്ടമാവും. അവർക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. വലിയവർക്കും കഴിക്കാം. മധുരം വേണമെന്നുള്ളവർക്ക് മധുരം വേണ്ടാതെയും വയ്ക്കാം. ഇത് മധുരമായിട്ട് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതൊന്ന് വേവട്ടെ. ഞങ്ങൾ അതിലേക്ക് ഈ പൊടിച്ച് വെച്ച ഏലക്കായും ജീരകവും കൂടി അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിൽ കൂടി ഞാൻ ഈ വേവിച്ച് വെച്ച ഈ ചക്കക്കുരു നല്ല പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതും കൂടി ഇതിൽ ചേർക്കും. ചക്കയ്ക്ക് വലിയ വേവില്ല, അതുകൊണ്ട് അതൊരു ശർക്കരയായിട്ട് പിടിച്ച് നല്ല ഇതാകുമ്പോൾ ചേർക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാല് ചേർക്കുന്നത്. തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ചേർത്ത് അത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അത് വെച്ചിട്ട് കാണിച്ചു തരാം. ഞങ്ങളിതിനെ അടച്ച് വയ്ക്കാൻ പോകണേ. വെയിറ്റൊന്നും ഇടണ്ട, ഒന്ന് ആവി കയറുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒഴിച്ചു കൊടുക്കുക. ഇനി തേങ്ങാപ്പാലാണ് ഒഴിക്കാനുള്ളത്. തേങ്ങാപ്പാൽ ഇനി ഇത് വറ്റി ഇത് വരുമ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു നമ്മൾ ചക്ക അവിക്കും. ഇതുപോലെ അവിക്കും. മറ്റേ ചക്കക്കുരു കൂടി ഇട്ട് അത് നല്ലൊരു എന്തെന്ന് പറയാം, അത് നല്ലൊരു പായസം പോലെ അങ്ങനെ ഇതായിട്ട് വരും. അപ്പോൾ അത് കഴിക്കാനും പിള്ളേരും അത് കഴിക്കും. ചക്കക്കുരുവൊക്കെ നല്ല ഔഷധ ഗുണമാണല്ലോ. ആയിട്ടുണ്ട്. ഞങ്ങളിതാ തേങ്ങാപ്പാൽ ഒഴിക്കാനും കുറച്ച്